രാഷ്ട്രീയത്തിൽ യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ടാൽ എന്തൊക്കെ സംഭവിക്കും? ഇപ്പോൾ കേരളത്തിലെ ഭരണപക്ഷത്തിന് സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എടുത്തിട്ട് പെരുമാറും. പക്ഷേ തോറ്റത് ജനങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്ന് തോന്നും. തോൽവിയെ കളിയാക്കുന്നവരെ ഏത് വിധേനയും കൈകാര്യം ചെയ്യണമെന്ന് തോന്നും. പാരഡി കേട്ടാൽ ദേഷ്യം വരും. ഭക്തിഗാനത്തിന്റെ ഈണത്തിൽ കളിയാക്കിയാൽ ധ്രുവീകരണമാണെന്ന് തോന്നും. കൺമുന്നിൽ കാണുന്നതെല്ലാം പ്രശ്നമാകും. പരിഹസിക്കുന്നവരെയെല്ലാം എടുത്ത് ജയിലിൽ അടയ്ക്കണമെന്ന് തോന്നും. ഈ തോന്നലെല്ലാം വർഷങ്ങളായിട്ട് ചോദ്യം ചെയ്യപ്പെടാതെ അനുഭവിച്ച അധികാരമുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അധികാരം കണ്ണു കാണാതെയാക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് ഇപ്പോൾ കേരളത്തിലെ ഭരണമുന്നണി കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് അരിവാളം ചുറ്റുകയും താഴെ വെച്ച് കൈപ്പത്തി പിടിക്കാൻ മുന്നണികൾ തയ്യാറാവുകയാണ്. LDF വിട്ട് UDF ചില്ലയിലേക്ക് ചേക്കേറാൻ ഒട്ടനവധി മുന്നണികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് മടങ്ങുവാൻ രാഷ്ട്രീയ ജനതാദൾ അതായത് RJD ഗൗരവപരമായിട്ടുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. മുന്നണികളിൽ നേരിടുന്ന അവഗണനയും തെരഞ്ഞെടുപ്പിലെ കാലുവാരൽ ആരോപണങ്ങളുമാണ് പാർട്ടിയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. സമീപകാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ RJDയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പാർട്ടിക്ക് സാധിച്ചതേയില്ല. കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ RJD സ്ഥാനാർത്ഥികളെ CPM പരാജയപ്പെടുത്തിയെന്ന ആരോപണം പാർട്ടി അധ്യക്ഷൻ MV ശ്രേയസ് കുമാർ പരസ്യമായിട്ട് ഉന്നയിച്ചിരുന്നു. എല്ലാ ജില്ലകളിൽ നിന്നും പരാതികളുണ്ട്. LDFിൽ നിന്നും അർഹമായ സ്ഥാനം ലഭിക്കുന്നില്ല, സഹായമില്ല. സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ നീക്കങ്ങളുണ്ടായി. MV ശ്രേയസ് കുമാർ പറഞ്ഞത് ഇവയ്ക്കാണ്. ക്യാബിനറ്റ് പദവിയോ പ്രധാന ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളോ ലഭിക്കാത്തതിൽ പാർട്ടിയിൽ നേരത്തെ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു. പരാജയത്തിന് പിന്നാലെ ഘടകകക്ഷികളിൽ പഴിചാരൽ തുടങ്ങിയിരുന്നു. CPM ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും ചെറുകക്ഷികളെ അവഗണിക്കുന്നു എന്നുമാണ് RJDയുടെ പ്രധാന പരാതി. RJDയെ തിരികെ എത്തിക്കാൻ UDF നേതൃത്വം പ്രത്യേകിച്ച് കോൺഗ്രസ് നേരത്തെ തന്നെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ശ്രേയസ് കുമാറുമായിട്ട് പ്രാഥമിക ചർച്ചകൾ നടത്തിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. LDFിൽ തുടരുന്നത് പാർട്ടിയുടെ അടിത്തറ തകർക്കുമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ വിശ്വസിക്കുന്നു. പഴയ സോഷ്യലിസ്റ്റ് വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ UDF ആണ് നല്ലത് എന്ന ഇവരുടെ പക്ഷം. UDFിന് ലഭിക്കുന്ന നേട്ടം തന്നെയാണ് RJD മുന്നണിയിലേക്ക് എത്തുന്നത്. മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് വയനാട്, കോഴിക്കോട് ജില്ലകളിൽ UDFിന് വലിയ കരുത്തുണ്ടാക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുന്നണി വിപുലീകരിക്കുക എന്ന ലക്ഷ്യവും UDFിനുണ്ട്. RJD സംസ്ഥാന കമ്മിറ്റി ഉടൻ യോഗം ചേർന്ന് മുന്നണി മാറ്റം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കും. LDF നേതൃത്വത്തിന്റെ അനുനയ നീക്കങ്ങൾ ഫലിച്ചില്ലായെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. UDFിൽ ജനതാദൾ വിഭാഗങ്ങൾക്ക് എന്നും മാന്യമായ പരിഗണന ലഭിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് വടകര, കോഴിക്കോട് മേഖലകളിലെ സോഷ്യലിസ്റ്റ് വോട്ടുകൾ ഏകോപിപ്പിക്കാൻ RJD UDFിൽ എത്തുന്നത് ഗുണകരമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ശക്തമായ ഒരു മുന്നണി രൂപീകരിക്കുകയാണ് UDF ലക്ഷ്യം. RJD കൂടി എത്തുന്നതോടെ മലബാർ മേഖലയിൽ LDFിന്റെ അടിത്തറ തകർക്കുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു.